നമസ്കാരം മാമേ. ആരാ മാമ? എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല, എനിക്ക് മുടി നട്ടിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. ഓ സോറി മാഡം, ഞാൻ ആരെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. ഞാൻ മറ്റേ പിള്ളേരെന്താക്കുന്ന വിളിച്ചില്ലായിരുന്നോ, മോട്ടിവേഷൻ സ്പീക്കർ. അയ്യോ, അത് മോനായിരുന്നോ? എന്റെ പൊന്നു മോനെ. ഇവിടെ രണ്ടു മൂന്ന് തലതെറിച്ച മക്കളുണ്ട്. ഒരെണ്ണം ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. അവരെ ഒന്ന് നേരെയാക്കണം. അപ്പോഴാണ് ഞാൻ മോന്റെ വീഡിയോ കണ്ടത്. അതെല്ലാം ഓക്കെയാണ്, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്റെ ഒറ്റ ക്ലാസ് മതി, അവരെല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ എന്റെ പേയ്മെന്റ് പ്രീപെയ്ഡ് ആണേ. എന്ന് വെച്ചാ എനിക്ക് ജോലിക്കുമ്പോ പൈസ വന്നാലേ കോട്ടേഷൻ കൊടുക്കാനുള്ള ഒരു ആവേശം കിട്ടും. ആ, മോൻ കേറി ഇരിക്കേ, അതൊക്കെ തന്നേക്കാം. ആ ശരി, എന്നാ കുട്ടികളെ വിളിച്ചോളൂ. ആ, അപ്പൊ എന്റെ മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് വാങ്ങാൻ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? ക്ലാസ്. ആ, അപ്പൊ അമ്മാമ്മ അപ്പുറത്തേക്ക് പോയിക്കോളൂ. ചിലപ്പോ എന്റെ മോട്ടിവേഷൻ അമ്മാമ്മക്ക് താങ്ങാൻ പറ്റുന്ന വരില്ല. കുഴപ്പമില്ല, ഞാൻ കേട്ടോളാം. ആ, പിന്നെ കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ, അസുഖങ്ങളുള്ളവർ, ഇവരൊക്കെ ഒരു 10 അടി നീങ്ങി നിൽക്കണം. ചിലപ്പോ എന്റെ മോട്ടിവേഷൻ നിങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റുന്ന വരില്ല. കുറച്ച് 10 അടി നീങ്ങി അങ്ങോട്ട് നിൽക്ക്. ഇവിടെ നാണമില്ലാത്ത തെണ്ടുകളെ, നാണമില്ലാതെ നിങ്ങൾക്കൊക്കെ അന്തസ്സായിട്ട് ജീവിക്കും. ഉളുപ്പില്ലാതെ പോയല്ലോ നിങ്ങൾക്കൊക്കെ. ചോറ് നിന്ന് കിടന്ന് ഉറങ്ങിച്ചാൽ മതിയോ? ഇവനെന്തൊക്കെ ഈ പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്നേ? പോത്തുപോലെ വളർന്നല്ലോടാ. എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങളെ കൊണ്ട്? അടുത്ത് വന്നിട്ട് നാറുണ്ട്. ഒന്ന് പോയി കുടിച്ചുകൂടാ നാറുകളെ. എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് വെറുതെ? വീട്ടുകാരും ഒന്നും പറയുന്നത് കേൾക്കാതെ ഉണങ്ങാൻ വേണ്ടി മാത്രം ജീവിച്ചവരാണോ നിങ്ങളെ? നിങ്ങൾക്ക് അടുക്കളയിൽ പോയി നമ്മെ സഹായിക്കൂടെ? അതിന് കഴിയാത്ത നാറുകളെ പോയല്ലോ നിങ്ങളെ. എടാ, എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന കേട്ട് അവിടെ കൂടെ അങ്ങ് നിന്നോണം. നാണമില്ലട നാറുകളെ. ആരെങ്കിലും വാ തുറന്ന് അവിടെ കൂടെ അങ്ങ് നിന്നോണം. നാണമില്ലാത്ത തെണ്ടികളെ. നീ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ വന്നിട്ട് ഞങ്ങൾ തന്നെ വിളിക്കുന്നോടാ? അയ്യോ ചേച്ചിക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നയാ. പൈസ ഒന്നും തരണ്ട. ചേച്ചിയുടെ മോഹം കണ്ടപ്പോൾ ഒരു മോട്ടിവേഷന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. പൈസ ഒന്നും വേണ്ട. കേട്ടോടി തെണ്ടി. വന്നടിക്കടാ. അയ്യോ, കണ്ടോ അവന്റെ അഹങ്കാരം കണ്ടോ? ഇത്രയൊക്കെ തല്ലിട്ടാ വീണ്ടും ചീത്ത വിളിക്കാം. അതെന്റെ ഭാഷ കേട്ടോ. ഞാൻ എന്റെ അച്ഛനും അമ്മയും കൂടെ അതാ വിളിക്കുന്നത്. അതുകൊണ്ടല്ലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ. കേട്ടോടെ തെണ്ടി.